ഓക്കെ, ഇപ്പൊ അങ്ങനെ മാർക്കോക്കി കയറാൻ പോവുകയാണ് ഗൈസ്. തിയേറ്ററിന്റെ അകത്ത് കയറി ഗൈസ്. ഓ ഗൈസ്, സെക്കൻഡ് ഹാഫ് വരെ നമ്മള് തുടങ്ങിയിടോ. ഓ ഗൈസ്, മാർക്കോ കണ്ടു. അയ്യോ, മാർക്കോ കണ്ടു. എത്ര വട്ടം പറഞ്ഞില്ലേ കണ്ടെന്ന് വെച്ചാ എന്റെ മോനെ കിളി പോയി എന്നൊക്കെ പറയത്തില്ലേ. കണ്ടിട്ട് കിളിയുമില്ല, പരുന്തുമില്ല, പ്രാവുമില്ല. കണ്ട് തലയിലുള്ള എല്ലാ കിളിയും പറന്നുപോയി. എന്റെ മോനെ, മാർക്കോ എന്ന് പറയുന്ന ഈ സിനിമ ഇറങ്ങിയത് ഡിസംബർ 20-നായിരുന്നു. ഇന്നലെയായിരുന്നു. ഇന്നെന്ന് വെച്ചാൽ ഡിസംബർ 21-ാം തീയതിയാണ് ഞാൻ പോയി കണ്ടത്. സെക്കൻഡ് ഡേ ആണ്. ഹൗസ്ഫുൾ ആയിരുന്നു. എല്ലാരും ഭയങ്കര കൂവക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില സീൻസ് ഒക്കെ വന്നപ്പോ തിയേറ്റർ തന്നെ ശാന്തമായി. എല്ലാരും ജസ്റ്റ് ഒക്കെ നോക്കി എങ്ങനെ ഇരിക്കുന്നു. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ സ്ക്രീനിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണിങ്ങനെ എടുത്ത് ഇങ്ങോട്ടും ആക്കാൻ തോന്നും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴാണ് പല ആൾക്കാരെയും കണ്ടത്. അപ്പോൾ ആ സമയത്ത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത്? ഞാനിത് കണ്ട് ഒരുമാതിരി വിറച്ചോണ്ടിരിക്കുവായിരുന്നു. എന്റെ മോനെ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വയലൻസ് പടം കണ്ടിട്ടില്ല. ഇതാണ് വയലൻസ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം ഇങ്ങനെ മൊട്ടി വിളിച്ച് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, ബ്രൂട്ടൽ സീൻസ്. ഹനീഫ് അദേരിയാണ് പടത്തിന്റെ സംവിധായകൻ. ഭയങ്കര ഡയറക്ഷൻ തന്നെയാണ്. പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് ആണ്. പിന്നെ കേരളത്തിലെ നമ്മുടെ റോക്കിംഗ് സ്റ്റാർ ആയ ഉണ്ണിമുത്തൻ ചേട്ടന്റെ പടമാണ് കഴിച്ചത്. ഓ, പുള്ളിയുടെ എൻട്രി അത് വേറെ ലെവൽ സ്വാഗായിരുന്നു കഴിച്ചത്. ഓ, എന്തോ സ്റ്റൈലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. പീക്ക് ലെവല്. എന്റെ മോനെ, പുള്ളി അങ്ങോട്ട് സ്ക്രീനിൽ വന്നപ്പോൾ നമുക്കൊരു എനർജി വന്നത്. ആദ്യമേ തന്നെ പുള്ളി ഒരു വയലൻസ് രീതിയിലാണ് കാണിക്കുന്നത്. എല്ലാരും കുറെ പേരെ കണ്ടതാണ്. ഒരു മൃഗീയമായ ഒരു വയലൻസിലൂടെയാണ് നമ്മുടെ അണ്ണന്റെ എൻട്രി. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒരു ജോൺ വിക്ക് എന്ന് പറയാം. അൾട്ടിമേറ്റ് ഡേഞ്ചറസ് സിനിമയായിരുന്നു. ഫസ്റ്റ് ടൈം വെച്ചാൽ കഥയുടെ സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമേ അവര് ബിൽഡപ്പും കാര്യങ്ങളൊക്കെയാണ്, ക്യാരക്ടർ ബിൽഡപ്പും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം കഴിഞ്ഞ് ഇന്റർവെല്ലിലേക്ക് വരുമോനെ, അതൊരു വിഷയ സാധനമാണ്. അത് മരം മുറിക്കുന്ന ടൂൾ ഉണ്ടല്ലോ, അത് വെച്ചുള്ള ഒരു പരിപാടിയുണ്ട്. എന്റെ മോനോ, അതൊക്കെ കാണുമ്പോ നമുക്ക് അങ്ങനെ ആയി പോകും. ആ രീതിയിൽ എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഫീൽ ആയെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടവരാണ് കമന്റ് ചെയ്യുക. ചോര തെറിക്കുവാണ്. ചോര തെറിക്കാത്ത ഒരു സംഭവം ഇല്ല. പിന്നെ കുറെ ആസിഡും കാര്യങ്ങളൊക്കെ വെച്ച് ജഗദീഷ് സാറിന്റെ കിഡിലെ പെർഫോമൻസ് ഉണ്ട്. നല്ല ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പുള്ളിയാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ഹൈപ്പൊക്കെ കൂട്ടി തുടങ്ങിയത്. പുള്ളി പറഞ്ഞ കറക്റ്റാണ്. ആ രീതി തന്നെയാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഉണ്ണിമുത്തൻ ചേട്ടന്റെ ക്യാരക്ടർ പറയണ്ടല്ലോ. കേരളത്തിലെ റോക്കി ബായ് സെറ്റായി ഗൈസ്. കേരളത്തിലെ റോക്കി ബായ്. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ വയലൻസ് പടമാണ്. ഇതുപോലെ ഒരു വയലൻസ് പടം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് പടം ഇനി ഇതാണ്. ഇനി ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യല്ലേ. ഇത് പ്രോ മാക്സ് ലെവലെ, അതിനെക്കാട്ടി അൾട്രാ പ്രോ മാക്സ് സാധനങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ വീട്ടിലത്തെ ഒരു സീനുണ്ട്. ആറ് വീടാന്ന് പറയുന്നില്ല, ടീച്ചറി കാണുന്നുണ്ടല്ലോ. ഒരു വീട്ടിൽ കുറച്ച് തോക്കൊക്കെ പിടിച്ചിരിക്കുന്നത് ആ ഒരു വീടാണ്. ആ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ് എന്റെ മോനെ കണ്ടിരിക്കാൻ വയ്യാത്ത. ഗൈസ്, ഈ പടം ഇനിയും കാണണോ എന്ന് തോന്നൽ വരുമ്പോ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഭയാനകമായ ഒരു സീനുണ്ട് ഗൈസ് അതിൽ. ഇനി എനിക്ക് ആ പടം കാണാന്നുള്ള ഒരു മനോഭാവം വരുന്നത് ആ ഒരു പോർഷനിലാണ് ഗൈസ്. ആ ഒരു സീൻ എന്ന് വെച്ചാൽ കൊള്ളത്തില്ല എന്നല്ല, എനിക്കിനി അത് കാണാൻ പറ്റത്തില്ല. കാരണം അതില് അത്രയ്ക്കും വയലൻസ് ആണ്. വയലൻസ് മാത്രമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു സീനാണ്. ഉദാഹരണത്തിന് തെറി സിനിമയ്ക്കകത്ത് വിജയുടെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ കൊല്ലത്തില്ലേ, അപ്പൊ നമുക്കൊരു വേദന വരത്തില്ലേ. ഇതെന്ന് വെച്ചാൽ അതിനെക്കാട്ടിയും വേറെ സംഭവം ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഫുള്ള് ഒരു ഒറിജിനാലിറ്റി ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ കൺമുമ്പിലെല്ലാം കാണിച്ചു തരുവാണ്. ഒന്ന് കുത്തുവാണെങ്കിൽ കുത്തി കിടിക്കുന്ന കാണിക്കുക, തല മുറിക്കുന്നതാണെങ്കിൽ മുറിക്കുന്ന കാണിക്കുക, കൈ മുറിച്ചിട്ട് ചില പടങ്ങളിലേക്കാണ് കൈ മുറിച്ചിട്ട് അന്നേരം മാറ്റും ക്യാമറ. ഇതിനകത്താണെങ്കിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഇതിനകത്ത് ഭയങ്കര ഡീറ്റെയിലിംഗും എന്നിട്ട് വയലൻസ് ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കൈയൊക്കെ മുറിച്ച് വെച്ചേക്കുവാണെങ്കിൽ ക്യാമറ വീണ്ടും ആ കൈ മുറിച്ച പാകത്തിന് തന്നെ ഫോക്കസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അങ്ങനെയായിരുന്നു. ഉണ്ണിമുത്തന്റെ സ്വാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. ലാസ്റ്റ് വരുമ്പോ നമുക്ക് ചെറുതായിട്ട് ലിയോയെ ഓർമ്മ വരും. ലിയോയുടെ ലാസ്റ്റ് സീനിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വരും. ആ രീതിയാണ്. പക്ഷെ ലിയോ അല്ല, ലിയോയെക്കാട്ടിയും അതൊക്കെ മേലെയുള്ള ഐറ്റം ആയിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള വയലൻസ് പടമൊന്നും അധികം കാണാത്തതാണ്. ഇതിപ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഈ ടീച്ചറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് ഒരു KGF-ന്റെ ഒരു ഇതൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ പോയി കണ്ടു. വയലൻസ് പടമാണെന്ന് ഉറപ്പിച്ച് കണ്ടു. A റേറ്റിംഗ് പടമാണ്. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പോയി കണ്ടത്. പിന്നെ ഇതൊരു ഫാമിലി കഥയാണ്. പിന്നെ സ്റ്റോറി നോക്കുവാണെങ്കിൽ സ്റ്റോറി അത്യാവശ്യം കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഞാൻ സ്റ്റോറിയൊന്നും അങ്ങനെ നോക്കാൻ പോയില്ല. നമുക്ക് ആ ഒരു അടിയും വയലൻസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി പോയാണ്. പിന്നെ ഉണ്ണിമുത്തന്റെ ആ ലുക്കും സ്റ്റൈലും ഒക്കെ കാണാൻ വേണ്ടി പോയാണ്. പിന്നെ അടിയും. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായേ, കണ്ടിട്ട് ഒന്ന് ഇറങ്ങി
കഴിഞ്ഞപ്പോഴാണ് എന്തുവാണ് ഇത്, കണ്ണും തലയൊക്കെ പെത്തുപോയി. ഈ പടം എന്ന് വെച്ചാൽ കണ്ടിട്ട് പിന്നെ അത് മറന്നു കളയാ, അല്ലെങ്കിൽ നമ്മുടെ ചിലവരൊക്കെ മനസ്സ് ഡിസ്ട്രാക്ഷനോട്ടൊക്കെ കൊണ്ടിരിക്കും. വേറെ ഒന്നും നോക്കണ്ട, ഉണ്ണിമുതന്റെ ആ ഒരു സ്റ്റൈലും ആ ഒരു ലുക്കും ഒക്കെ ഓർത്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം മറന്നേക്കുക. അതായത് ഭയങ്കര ഗൈസ് ഇടിച്ച് ചമ്മന്തിയാക്കി പരിപ്പാക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് മറന്നുപോയി ഗൈസ്. അതൊന്നും ഇങ്ങനെ ഒരിക്കലും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത സീനാണ്. അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് ഓരോന്നൊക്കെ ഓർമ്മ വന്ന് അയ്യോ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. നമ്മുടെയൊക്കെ ചില കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി വരും ഗൈസ്. അങ്ങനെ ഒരു വല്ലാത്തൊരു മൈൻഡ് ആയി പോയി അതൊക്കെ കണ്ടപ്പോ. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ അത് അത്രയ്ക്കും ആ ഒരു സ്റ്റോറി ഇതെന്ന് വെച്ചാൽ ഒരു വയലൻസ് പാക്ഡ് ഡ്രാമ മൂവിയാണിത്. അപ്പോ ഇന്നത്തെ കുറച്ച് ഡ്രാമാറ്റിക് കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഡ്രാമ, വയലൻസ്, ഹൊറർ വയലൻസ് ആണ്, ഇച്ചിരി പേടിപ്പിക്കുന്ന പോലത്തുള്ള വയലൻസ് ആണ്. ഫുൾ വയലൻസ് പാക്ഡ് മൂവി. പിന്നെ മ്യൂസിക് അടിപൊളി മ്യൂസിക് ആണ്. രവി ബസൂറിന്റെ മ്യൂസിക് ആണ്. പുള്ളിക്കാരൻ ചെയ്ത മ്യൂസിക് സൂപ്പർ ആയിരുന്നു. മാർക്കോന്റെ തീം മ്യൂസിക് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമാണ്. ടീസർ കേൾക്കുന്ന ആ തീം മ്യൂസിക് ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ കേട്ടപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള റിവ്യൂ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പടം പോയി കാണുക. ഒരു മനക്കട്ടിയുള്ളവര് വലുതായിട്ട് പേടിച്ച് ഇനി വിറച്ച് അത് ഓർത്ത് പേടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പടം കാണല്. കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ പോയി കാണല്. കാരണം അവർക്കൊക്കെ മനസ്സിന് ഒരുമാതിരി ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും ഇങ്ങനത്തെ ഉള്ള ആ പടത്തിൽ കാണുന്ന സീൻസും കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരിയുള്ള സീൻസ് ആട്ടോ, അത്രയും ഭയങ്കര സാധനങ്ങൾ, വൾഗറായിട്ടുള്ള അല്ലാത്ത സാധനങ്ങളൊക്കെയാണ്. പക്ഷെ വില്ലന്മാർക്ക് അവന്മാർ ഓർക്കുന്നതിനെക്കാട്ടി അപ്പുറം കാര്യങ്ങൾ നമ്മുടെ ഉണ്ണിമാതൻ പോയി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഭയങ്കര വയലൻസ് ആണ് ഗൈസ്. നിങ്ങളുടെ സ്വന്തം ഹൃദയം നിങ്ങൾ കാണണമെങ്കിൽ ഈ പടം പോയി കണ്ടാൽ മതി. നിങ്ങളുടെ സ്വന്തം എന്തെങ്കിലും നിങ്ങളുടെ ബോഡി പാർട്സിന്റെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പടം പോയി കണ്ടാൽ മതി, എല്ലാം കാണാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ ചോരയിൽ ഇങ്ങനെ എടുക്കുമ്പോ അയ്യോ വല്ലാതെ വരും, നമുക്ക് എന്നെ വേദനിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഈ ഉറങ്ങുമ്പോൾ സ്വപ്നം ഒന്ന് വരായിരുന്ന മതി എനിക്ക്. എങ്ങനെയൊക്കെയുള്ള ഗൈസ്. മാർക്കോ വരല്ലേ. എന്റെ പേര് രാഹുൽ മനോജ്. ഈ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ബൈ ഗൈസ്. വയ്യ തലവേദന എടുക്കുന്നു. പോയി കിടന്ന് ഉറങ്ങട്ടെ. സിനിമ കിടില്ല കേട്ടോ, കുറ്റം പറയാനൊന്നുമില്ല. വയലൻസാ ഭയങ്കര.